ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉദയഭാനു രാവിലെ തന്നെ പുറത്തോട്ട് എവിടെ പോകാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രീകല വന്ന് കുറേ വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എവിടെയാണ് നിങ്ങൾ കെട്ടി ഒരുങ്ങി പോകുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വഴി തടയുമെന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പിന്നെ വിദ്യയുടെ പഠിത്തം, കല്യാണം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, ഓഹ് ശല്യം, നീ ഒന്ന് സമാധാനപ്പെടും, ഞാൻ എവിടുന്നെങ്കിലും കിട്ടുന്നത് എന്തേലും കൊണ്ട് തരാമെന്നൊക്കെ പറയാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ ശ്രീകല പറയണം, നിങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവത്തില്ല, കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നിങ്ങൾ ഉഷാറാക്കിയാലേ പറ്റത്തുള്ളൂ. നിങ്ങളെ ഇന്നാളൊരു ദിവസം ഒരാളിൻ്റെ റേഷൻ കാർഡ് വാങ്ങി പണയം വെച്ചിട്ട് 5000 രൂപ നിങ്ങൾ എടുത്തില്ലേ, ആ റേഷൻ കാർഡ് തിരിച്ചെടുത്ത് കൊടുക്കാനായിട്ട് അയാൾ എന്നെ വഴി തടഞ്ഞു നിർത്തി. ഇനി പറയാനൊന്നുമില്ല, അതുകൊണ്ട് അത് എത്രയും വേഗം എടുത്തു കൊടുക്കും. എടി, അതെല്ലാം ചെയ്യാം. ഇനിയിപ്പോൾ ഇന്ന് പോകുന്ന എനിക്ക് കുറച്ച് കാശൊക്കെ കിട്ടും. അതെവിടുന്നാണ് നിങ്ങൾക്ക്, അതൊന്നും നീ അറിയണ്ട, കൊണ്ട് തന്നാൽ പോരെ, എനിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഉദയഭാനു നേരെ ഇന്ന് ഗോമതി സ്റ്റോറിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ അവിടുന്ന് അയാൾ നേരെ വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് നേരെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗോമതി ആണെങ്കിൽ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് ഇന്ദിരാമ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ എന്തായാലും എനിക്ക് സന്തോഷമായി, അലോകിന് ശിക്ഷയൊന്നും കിട്ടാത്തതുകൊണ്ട്. രണ്ടും എൻ്റെ പേരെക്കുട്ടി തന്നെയല്ലേ. പിന്നെ അനുമോളെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഒരാൾക്ക് ശിക്ഷ കിട്ടിയാലും ഒരാൾക്ക് കിട്ടാതിരുന്നാലും ന്യായം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ തന്നെ വിഷമിക്കണം. എന്തായാലും അനുമോൾ ചെയ്തത് നല്ലൊരു കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. എനിക്ക് അനുമോൾക്ക് അലോകിനോടുള്ള ദേഷ്യമൊക്കെ തീർന്നു തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അവൾ കേസ് പിൻവലിച്ചത്. ഞാൻ അവിടെ അലോകിനും ചില മാനസാന്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പഴയ പോലെയല്ല, സ്വഭാവം ഒക്കെ മാറി. അപ്പം ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനത് അച്യുതനോട് പറഞ്ഞു. പക്ഷേ അവൻ ഒരു തരത്തിൽ സമ്മതിക്കണില്ല. അവന് പെട്ടെന്ന് ദേഷ്യവും വന്നു. പക്ഷേ എനിക്ക് നിന്നോട് പറയാമല്ലോ. എന്താ അമ്മ ഉദ്ദേശിക്കുന്നത്? അല്ല, അനുമോളുടെ മനസ്സിൽ ഇപ്പോഴും അലോകിനോട് ഇഷ്ടമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഇവർ തമ്മിലുള്ള കല്യാണം വല്ലതും ആണോ? അതേ മോളെ, ഞാൻ അത് തന്നെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും അവർ ആരും അറിയാണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു, കേസായി, ഇതുവരെയൊക്കെ കൊണ്ടെത്തി. രണ്ടുപേരുടെ മനസ്സിൽ സ്നേഹമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ അങ്ങ് ഒന്നിപ്പിച്ചൂടെ മോളെ എന്ന് ചോദിക്കുക കേട്ടോ. കോമതിക്ക് ദേഷ്യം വന്നു കേട്ടോ. അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അമ്മ വിചാരിക്കും പോലെ എല്ലാ കാര്യങ്ങൾ. ഹനുമോൾ അവനോട് ക്ഷമിച്ചു എന്നോ, മറന്നു എന്നോ, ഇതൊക്കെയാണോ അമ്മ മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല അമ്മേ. അനുമോൾക്ക് അവനോടുള്ള പകയും ദേഷ്യവും ഒന്നും തീർന്നിട്ടില്ല. പിന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ അമ്മ എന്നോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കരഞ്ഞിട്ട് പോയില്ലേ, അതെല്ലാം അവൾ ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അവൾക്കതിൽ വിഷമമുണ്ട്. മുത്തശ്ശി വിഷമിക്കണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് രണ്ട് കുടുംബക്കാരും തമ്മിൽ വീണ്ടും ഇതിൻ്റെ പേരിലൊരു വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ വിചാരിച്ച് അവൾ ഒരു ഔദാര്യം കാണിച്ചു എന്നേ ഉള്ളൂ. അല്ലാണ്ട് ആലോകിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അവളുടെ മനസ്സ് മാറിയിട്ടില്ല. ഇനി ഈ ജന്മം ഞങ്ങൾ സമ്മതിക്കത്തുമില്ല. ഇത്രയൊക്കെ അവൾ അനുഭവിച്ചില്ലേ അമ്മേ അവിടെ വന്നിട്ട്. ഇനിയും ഞങ്ങൾ അവളെ അങ്ങോട്ട് പറഞ്ഞയക്കണമെന്നോ? എന്ത് ധൈര്യത്തിൽ? ഞങ്ങളെ അവളുടെ അച്ഛനും അമ്മയാണ്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല മോളെ. അത് അമ്മേ, അവൾക്ക് ഇനിയും പഠിക്കണമെന്നൊക്കെയാണ് അവളുടെ ആഗ്രഹം. അവളെ എന്തായാലും അലോകിൻ്റെ കൂടെ കെട്ടിച്ചു വിടാനൊന്നും തങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അത് നടക്കേയില്ല. അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊന്നും വന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞു വിടുക കേട്ടോ. അവർക്കതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതി സ്റ്റോറിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് നമ്മുടെ രാമേട്ടനും ദേവിയും കൂടെ. ആ സമയത്ത് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ ഉദയഭാനു. മോളെ എന്നൊക്കെ വിളിച്ചങ്ങ് സംസാരിക്കുകയാണ്. ആകാശ് എന്തി എന്നൊക്കെ ചോദിക്കുക. ആകാശ് ഒരു സ്ഥലം കൊണ്ട് കാണിച്ചു കൊടുക്കാം, അത് ഞാൻ വാങ്ങിച്ചോളാം എന്നൊക്കെ ഇടയ്ക്ക് ദിവസം വന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാമേട്ടൻ പറയണേ, അയ്യോ ആകാശിനെ ഞാൻ വിളിച്ചിട്ട് വരാമേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവി പറഞ്ഞിട്ട്, അയ്യോ വേണ്ട, ആകാശിനെ ഇപ്പോൾ വിളിക്കില്ലേ, അച്ഛന് തീരെ സമയമില്ല, അച്ഛന് വേറെ ചില ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അച്ഛാ? അത് ശരിയാ. അങ്ങനെ കസ്റ്റമർ വരുമ്പോൾ രാമേട്ടൻ അങ്ങോട്ട് പോകുമ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്? വെറുതെ ആകാശിനെ ഞാൻ ഇന്നാളെ പറഞ്ഞു പറ്റിക്കല്ലേന്ന്, അവനൊരു പാവമാണ്. എടി, അവനെ എന്തായാലും ഇപ്പം എനിക്ക് കാണണ്ട, ഞാനിപ്പോൾ വെറുതെ വന്നതാ. ചുമ്മാതെ അച്ഛൻ അങ്ങനെ വരത്തൊന്നുമില്ലല്ലോ, എന്തോ കാര്യമുണ്ട്. ഒന്നുമില്ല. പിന്നെ മോളെ, അതല്ല, നിനക്ക് ശമ്പളം കിട്ടാറായില്ലേ എന്നൊക്കെ ചോദിക്കണം. എനിക്ക് ശമ്പളം കിട്ടാറായില്ല, 2-ാം തീയതി ആവും. കിട്ടുമ്പോഴേ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛന് തന്നോളാം. പിന്നെ ദിവ്യയുടെ ഫീസിൻ്റെയും കാര്യങ്ങളൊന്നും അച്ഛൻ അറിയണ്ട, ഞാൻ നിന്നെ കൊടുത്തോളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരികയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കണം കേട്ടോ. അപ്പം
ഉദയഭാനു അല്ലേ ആള്. കുറച്ച് കസ്റ്റമേഴ്സ് വരുമ്പോൾ തന്നെ ദേവിയും രാമേട്ടനും കൂടെ പോവുക. കാരണം 1-2 പേര് വരുമ്പോൾ ഇവർ 2 പേരും വേണമല്ലോ സാധനങ്ങൾ എടുത്തു കൊടുക്കുക. അപ്പോൾ ആ നേരം കൊണ്ട് ഉദയഭാനു പതിയെ ക്യാഷ് ഡ്രോ തുറന്നിട്ടോ. അതിനകത്ത് നിറച്ചും ക്യാഷാണ്. കുറേ പൈസ ഇങ്ങനെ വാരി എടുക്കുന്നുണ്ട്. 10,000 രൂപയോളം ഉണ്ട് എടുക്കുമ്പോൾ തന്നെ. എന്നിട്ട് ചുരുട്ടി മടക്കി ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് വെക്കുകയാണ്. ചേച്ചി ദേവി സാധനമെല്ലാം കൊടുത്തിട്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാമേട്ടൻ ചോദിക്കുന്നുണ്ട് ചായ കുടിക്കണ്ടേ, അത് വേണ്ടേ ഇത് വേണ്ടേ? ഒന്നുമില്ല, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ, ഞാൻ പോവുകയാണെന്ന്. അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട് അച്ഛന് ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് ഇത് എവിടുന്നാണ് ഈ തിരക്ക് വന്നത്? പോവാണോ? എടി ഞാൻ പോവാം, ഇനിയിപ്പോൾ ഇരുന്നിട്ട് അല്ലേ ഞാൻ നിന്നെ കാണാൻ വന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ദേവിക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നണം, ഈ അച്ഛൻ എന്താ ഇങ്ങനെ, പാവം. എന്തായാലും അച്ഛന് എന്തെങ്കിലും കൊടുത്തു വിടാമെന്ന് പറഞ്ഞും കൊണ്ട് പെട്ടെന്ന് തന്നെ ക്യാഷിൻ്റെ ഡ്രോ തുറന്നിട്ട് ഒരു 500 രൂപ എടുക്കുകയാണ്. എന്നിട്ട് രാമേട്ടനോട് പറയാം, രാമേട്ടാ ഞാനും കൂടെ പോയി ഒന്ന് ചായ കുടിച്ചിട്ട് വരാം, പിന്നെ ഞാനൊരു 500 രൂപ കൂടെ എടുത്തിട്ടുണ്ടേ, എൻ്റെ പറ്റിൽ എഴുതിക്കൊള്ളാം, അതിനെന്താ മോളെ എന്ന് പറയാം. എന്നിട്ട് ഈ പൈസ കൊണ്ട് നേരെ ഓടിക്കൊണ്ട് അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ. അച്ഛാ എന്നാ ഇത് വെച്ചോ, ഈ 500 വെച്ചോ. അയ്യോ വേണ്ട മോളെ വേണ്ട, ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അല്ലെന്നേ ഇത് വെച്ചോ, ഞാൻ എൻ്റെ പറ്റിൽ എഴുതിക്കൊള്ളാം. അത് വേണ്ട, ഇരുന്നോട്ടെ, എനിക്കിപ്പോൾ കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പോവാം കേട്ടോ. അപ്പം ദേവി എന്താ അച്ഛനെ പറ്റിയ, ശരി വേണ്ടെങ്കിൽ വേണ്ട. എന്നിട്ട് തിരിച്ച് വരും. അപ്പോൾ രാമേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് ചായ കുടിച്ചോ? അല്ല ഞാൻ അച്ഛനെ ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാ രാമേട്ടാന്ന് പറയാം കേട്ടോ. അന്ന് രാത്രി വീട്ടിൽ വന്ന് കണക്ക് നോക്കുമ്പോൾ ദേവി അന്താളിച്ച് പോവുക കേട്ടോ. കറക്റ്റ് ഒരു 5,000 രൂപ മിസ്സിങ് ആണ്. കണക്ക് എങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അവസാനം നമ്മുടെ അനുമോളെ വിളിക്കുകയാണ് കേട്ടോ. അപ്പം മുറിക്കകത്തിരുന്ന് നമ്മൾ ആനന്ദ് ഇതെല്ലാം ശ്രദ്ധിക്കുകയാണ്. അപ്പം അനുമോളെ എന്നെ ഒന്ന് സഹായിക്കൂടി, എന്താ എടുത്തി നോക്ക്, എനിക്കൊരു 5,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്, ഇതെങ്ങനെ വന്നെന്ന് എങ്ങനെ നോക്കിയിട്ട് പറ്റുന്നില്ല, ഇങ്ങെടുക്ക് ഞാൻ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് കണക്ക് നോക്കുക. ഓരോരുത്തർ വാങ്ങിച്ച പൈസയും കൊടുത്ത പൈസയും ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലങ്ങനെ വ്യത്യാസമൊന്നും വരണതായിട്ട് എനിക്ക് തോന്നണില്ലല്ലോ എടുത്തി. പിന്നെ ഇത് എവിടെ പോകാനാ ദൈവമേ എന്ന് പറഞ്ഞ് ടെൻഷൻ. അപ്പം ഇത്രയും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വരുമ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ. കാരണം മിക്ക ദിവസം ഇവിടെ ഇതിപ്പോൾ പതിവാണല്ലോ ടെൻഷനും വെപ്രാളമൊക്കെ. അപ്പം ഈ 5,000 രൂപയുടെ കാര്യം പറയാണ്. ആ നേരത്ത് നമ്മുടെ ആനന്ദ് അവിടെ നിന്നോട് ചിരിയോട് ചിരിയാട്ടോ മനസ്സിൽ. എടി അഭിനയിച്ച് തകർക്കടി എന്ന് വെച്ചാൽ ആനന്ദിൻ്റെ വിചാരം ദേവി അറിഞ്ഞ് തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നാണ്. കാരണം ആനന്ദിൻ്റെ മൊബൈലിൽ തുറന്ന് നോക്കുമ്പോൾ തന്നെ ആനന്ദിന് പിടികിട്ടി, പൈസ എടുത്തത് എല്ലാം ക്യാമറ വഴി കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ തെളിവ് സഹിതം കയ്യിൽ കിട്ടിയതോടുകൂടി ആനന്ദ് ജയിച്ച് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മീനാക്ഷിയോടും മിത്രയോടും കാര്യം പറയാം കേട്ടോ. അനുക്കുട്ടി 5,000 രൂപ കാണുന്നില്ല. എൻ്റെ ഏട്ടത്തി എന്നിപ്പോൾ ഇതൊക്കെയാണോ, ഇത് വെച്ച് ടെൻഷൻ അടിക്കല്ലേ, അത് കിട്ടും, ഒന്നുകൂടെയൊക്കെ നോക്കുമെന്ന് പറയാം. അല്ല ഇനി അച്ഛനെങ്ങാനും 5,000 രൂപ പോലെ എടുത്തിട്ട് കണക്കെഴുതി വെക്കാൻ മറന്നുപോയോ, അച്ഛനോടൊന്ന് ചോദിച്ചാലോ? അങ്ങനെ ബാലച്ച വിളിക്കുന്നുണ്ട് കേട്ടോ. ബാലേട്ടൻ വരുന്നുണ്ട് ഇങ്ങോട്ട്, നമ്മുടെ ഗോമതിയുടെ ബാലേട്ടൻ ചോദിക്കുന്നത് എന്താ അല്ലെന്നേ. അപ്പോൾ ഗോമതിക്ക് വന്നോണ്ട് ദേഷ്യം വന്നു. എല്ലാവരും കൂടെ കണക്കും അതിൻ്റെ പുറകിലൊക്കെ ഇരിക്കുന്ന എന്തിനാ, ആഹാരം വിളമ്പി വെച്ച് കഴിച്ചൂടെ, എന്നാൽ പിന്നെ നമ്മൾ കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിലെത്തി. അന്നേരമാണ് ഈ പൈസയുടെ കാര്യം അവിടെ വരുന്നത്. അപ്പോഴൊക്കെ ആനന്ദ് മാറി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഉള്ളിൽ. ദേവി ഭയങ്കര ടെൻഷൻ, അയ്യോ ഈ പൈസ എവിടെ പോയതാണാവോ, എനിക്കറിയില്ല ഈശ്വര, കണക്കുകളെല്ലാം കറക്റ്റാണല്ലോ, ഇങ്ങനെ ദേവി പറയുമ്പോഴേ ആനന്ദാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുക എടി ദുഷ്ടേ അഭിനയിക്കടി, എല്ലാം അവൾക്കറിയാം, എന്നിട്ട് അവൾ അഭിനയിച്ച് തകർക്കുന്ന കണ്ടില്ലേ, അവസാനം ഞാനിത് അങ്ങോട്ട് പൊട്ടിക്കും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാലനോട് ചോദിക്കുമ്പോൾ ബാലൻ ആദ്യം പറഞ്ഞു, ഇല്ല മോളെ ഞാൻ ഇന്ന് 5,000 രൂപയൊന്നും പൈസ എടുത്തില്ലല്ലോ എന്ന്. അയ്യോ പിന്നെ ഇതെവിടെ പോയി? അപ്പോൾ വീണ്ടും ആനന്ദിന് ചിരി. അന്നേരം പെട്ടെന്ന് ബാലൻ പറയാം, മോളെ ഞാൻ 5,000 രൂപ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെ ലോഡുകാർക്ക് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവർക്കങ്ങ് സമാധാനമായി, ആ പൈസയായിരിക്കും. അന്നേരം ആനന്ദിൻ്റെ മനസ്സ് വല്ലാതായി. ഈശ്വര തെളിവ് സഹിതം പിടിക്കപ്പെട്ടിട്ടും അവൾ വീണ്ടും രക്ഷപ്പെടുകയാണല്ലോ അങ്ങനെ വിചാരിച്ചിട്ടും പെട്ടെന്ന് നമ്മൾ അനുമോള് പറയാം, അയ്യോ അച്ഛാ അത് വരാൻ വഴിയില്ല, അച്ഛനെടുത്ത പൈസ ഇതിൽ പ്രത്യേക 5,000 രൂപ കാണിച്ചിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ ദേവി വാങ്ങിച്ചു. ശരിയാണ്, രാമേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു, അത് ഞാൻ കണക്കിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ പൈസയല്ല, പിന്നെ ഒരു 5,000 രൂപ എവിടെ പോയി? അപ്പം ഇതിന് നമ്മുടെ ആകാശവാരനൊക്കെ പറഞ്ഞ് ഇതിപ്പം സ്ഥിരമായിരിക്കണമല്ലോ, ഇതിപ്പോൾ എന്താ ഇങ്ങനെ, ചിലപ്പോൾ നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ആനന്ദ് ഉടനെ പറയല്ലേ, എന്ത് നോക്കാൻ, കള്ളനെ പിടിക്കുമോ, അത്രയേ ഉള്ളൂ, ഇതാരാ മോഷ്ടിച്ചെന്ന് അറിയണം. മോഷ്ടിക്കുകയോ? എന്തൊക്കെയാടാ നീ പറയണത്? പൈസയിൽ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും മോഷ്ടിച്ചു എന്നാണോ? അല്ലാതെ പിന്നെ എവിടെ പോകാനാ? പൈസ ഇങ്ങനെ സ്ഥിരമായിട്ട് 5,000, 10,000, 5,000, 2,000 ഒക്കെ പോകുമെന്ന് വെച്ചാലേ ആരെങ്കിലും മോഷ്ടിച്ചാലല്ലേ പോകത്തുള്ളൂ. ആരാ മോഷ്ടിച്ചെന്ന് കണ്ടുപിടിക്കണം, തെളിവ് സഹിതം കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ ആനന്ദ് അവിടെ നിന്നും
പറയാട്ടോ. അന്നേരം നമ്മുടെ ദേവി ഞെട്ടിപ്പോവാണ്. കാരണം ദേവിയുടെ മനസ്സിൽ നല്ല പേടിയുണ്ട്. കാരണം ആനന്ദ് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്ന്. അങ്ങനെ ആനന്ദാണെങ്കിൽ ദേവിയുടെ മുഖത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയാം, കള്ളനെ പിടിച്ചേ പറ്റുള്ളൂ, ഇത് മോഷണം പോയത് തന്നെ, മോഷ്ടിച്ചത് തന്നെയാണ് പൈസ എന്ന് ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ ദേവി പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്